വെറും ഐഡിയക്ക് മാത്രം നിങ്ങൾക്ക് 2 ലക്ഷം കിട്ടും. പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 8 ലാക്ക് കിട്ടും. നിങ്ങൾ പോളിടെക്നിക് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിക്കോട്ടെ, മിനിമം 3 കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. പോയിന്റ് നമ്പർ 1, നിങ്ങൾക്ക് മിനിമം 3 മെന്റർമാർ വേണം. ആദ്യം നിങ്ങൾ അഭിരുചി മനസ്സിലാക്കുക. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് മനസ്സിലാക്കിയിട്ട് മിനിമം 3 മെന്റർമാർ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം. കാരണം ഓല് ഇതേപോലെ 5 കൊല്ലം 10 കൊല്ലം നിങ്ങളെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കും. ഓർക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റും. ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഫെയിലേഴ്സ് ഒക്കെ അവർക്ക് ആദ്യമേ പറഞ്ഞുതരാൻ പറ്റും. രണ്ടാമത്, ഡെയിലി നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം നിങ്ങളെ സ്കോപ്പ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഡെയിലി നിങ്ങളിത് പഠിക്കുക. ഡെയിലി നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 15 മിനിറ്റ്സോ ഹാഫ് അവറെങ്കിലും മാറ്റി വെക്കുക. എന്നാലേ നിങ്ങൾ ഗ്രോ ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോളേജ് ലൈഫാണ് മാക്സിമം എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. പിന്നെ നല്ലോണം നെറ്റ്വർക്ക് ഉണ്ടാക്കുക. ഇവിടുന്ന് കിട്ടേണ്ട അക്കാഡമിക്കലി നിങ്ങൾ സപ്ലികൾ ഇല്ലാണ്ട് പാസ്സാവണം. IEDC സെല്ല് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, വെറും ഐഡിയക്ക് മാത്രം നിങ്ങൾക്ക് 2 ലക്ഷം കിട്ടും. പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 8 ലാക്ക് കിട്ടും. ഓക്കെ, എനിക്ക് 2 പ്രാവശ്യം ഐഡിയ ഗ്രാൻഡും കിട്ടിയിരുന്നു. ഒരു പ്രാവശ്യം എനിക്ക് നിധി പ്രയാസിന്റെ പ്രൊഡക്റ്റൈസേഷൻ ഗ്രാൻഡും കിട്ടിയിരുന്നു. ഒരു പ്രാവശ്യം ലാബ് സപ്പോർട്ട് ചെയ്യുന്നു. ഒരു പ്രാവശ്യം 2 ലാക്ക് കിട്ടി. പിന്നെ ഒരു പ്രാവശ്യം 5 ലാക്കും കിട്ടി. ഇതേപോലെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ഐഡിയ ഉണ്ടോ, നല്ല ടീം ഉണ്ടോ, നിങ്ങൾക്ക് നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇത് കോളേജിൽ നിന്ന് കിട്ടേണ്ട ടൈമിൽ കിട്ടേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ.